ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആശയ സമരത്തിന്റെ തീക്കാറ്റു പടർന്ന കാലത്ത് തുടങ്ങി VSന്റെ പാർട്ടിക്കുള്ളിലെ പോരാട്ടങ്ങൾ. 1964 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് CPM രൂപീകരിച്ച 32 പേരിൽ ഉൾപ്പെട്ടു VS. ദശാബ്ദങ്ങൾക്കു ശേഷം ആലപ്പുഴയിൽ നടന്ന CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും VSന് ഇറങ്ങിപ്പോകേണ്ടി വന്നത് ഒറ്റയ്ക്കായിരുന്നുവെന്ന് മാത്രം. CPMൽ വിഭാഗീയത കൊടുമ്പിരിക്കൊണ്ട 2009 പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് VSന്റെ പുറത്താക്കലിൽ വരെ കലാശിച്ചു ഉൾപാർട്ടി പോരാട്ടങ്ങൾ. എന്നാൽ പാർട്ടിയിൽ VS അച്ചടക്ക നടപടി ഏറ്റുവാങ്ങുന്നത് ആദ്യമായിരുന്നില്ല. VS പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് പാർട്ടിയിലെ ബദൽ രേഖാ വിവാദം. MBR ഉയർത്തിയ വെല്ലുവിളിയെ ആശയതലത്തിൽ നേരിട്ടത് EMS ആയിരുന്നുവെങ്കിൽ സംഘടനാപരമായി പാർട്ടിയുടെ കെട്ടുറപ്പ് കാത്തത് VS ആയിരുന്നു. എനിക്ക് തോന്നുന്നു VSന് പോളിറ്റ് ബ്യൂറോയിലേക്കുള്ള വഴി തുറക്കുന്നതും CPM സംസ്ഥാന ഘടകത്തെ തൻ്റെ ചൊൽപ്പടിയിലാക്കാൻ കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ EMSന്റെ കലവറയില്ലാത്ത പിന്തുണ അതിനകത്ത് VSനുണ്ടായിരുന്നു. VSന് അതിന് MBRനെതിരായ പോരാട്ടത്തെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടൊക്കെ അതിനെ വ്യാഖ്യാനിച്ചതൊക്കെ അന്ന് EMS ആണ്. പക്ഷേ VS ആണ് സംഘടനാപരമായി പാർട്ടിയുടെ കെട്ടുറപ്പ് കാത്തത്. 1992 നാലാമതും പാർട്ടി സെക്രട്ടറി ആകാനുള്ള VSന്റെ ശ്രമത്തെ CI2 വിഭാഗം EK നായനാരെ മുൻനിർത്തി തടഞ്ഞു. കോഴിക്കോട് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ നായനാരോട് വോട്ടെടുപ്പിൽ VS തോറ്റു. 96 മാരാരിക്കുളത്ത് VS പരാജയപ്പെട്ടതിന് പിന്നിലും വിഭാഗീയ പ്രവർത്തനങ്ങളാണെന്ന് പിന്നീട് പാർട്ടി കണ്ടെത്തി. VS രണ്ടും കൽപ്പിച്ച് പോരിനിറങ്ങി. 98 പാലക്കാട് സമ്മേളനത്തിൽ CI2 വിഭാഗത്തെ പൂർണ്ണമായും വെട്ടിനിരത്തിയാണ് VS കരുത്തുകാട്ടിയത്. VSന് പൂർണ്ണ പിന്തുണ നൽകിയത് പിന്നീട് പാർട്ടിയിലെ എതിരാളിയായി മാറിയ പിണറായി വിജയനും. 2002 പാർട്ടി സമ്മേളനം കണ്ണൂരിലെത്തുമ്പോഴേക്കും പിണറായി പാർട്ടിയിൽ ആധിപത്യം ഉറപ്പിച്ചിരുന്നു. ഇതോടെ VS പിണറായി പോരിലേക്ക് പാർട്ടി ഒന്നാകെ മാറി. CPMന്റെ ചരിത്രത്തിൽ അധികാരപ്പോര് ഏറ്റവും രൂക്ഷമായ 2005 മലപ്പുറം സമ്മേളനത്തിലെത്തുമ്പോൾ VSനെ ഒതുക്കി പിണറായി പൂർണ്ണമായും പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു. ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ച VS വിഭാഗത്തിലെ 12 പേരും പരാജയപ്പെട്ടു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VSന് ലഭിച്ച വർദ്ധിച്ച ജനകീയത പാർട്ടിക്കുള്ളിലെ പ്രത്യയശാസ്ത്ര സമരങ്ങൾക്ക് കരുത്തു പകർന്നു. അഴിമതിക്കെതിരെ, നവലിബറൽ നയവ്യതിയാനങ്ങൾക്കെതിരെ, വർഗസമരത്തിനു പകരം പാർട്ടിയിൽ പ്രബലമായ പങ്കാളിത്ത ജനാധിപത്യ ആശയങ്ങൾക്കെതിരെ VS ഉൾപാർട്ടി സമരത്തിന്റെ തീക്കാറ്റ് പടർത്തി. പാർട്ടിക്ക് പുറത്തുള്ള VSന്റെ സ്വീകാര്യതയും ജനകീയതയും പാർട്ടിയെ തിരുത്തുന്നതിന് പോലും വഴിവെച്ചു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VSന് സീറ്റ് നിഷേധിച്ചപ്പോൾ AKG സെന്ററിലേക്ക് വരെ പ്രതിഷേധ പ്രകടനങ്ങളെത്തി. സാംസ്കാരിക പ്രവർത്തകരുണ്ടായിട്ടുണ്ട്, സ്ത്രീകളുണ്ടായിട്ടുണ്ട്. അവരെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള ശബ്ദമുയർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ VSന് സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കേണ്ടി വരും എന്ന് ബോധ്യമായിട്ട് കേന്ദ്ര കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ശരിയായിരുന്നു എന്ന് ആ തെരഞ്ഞെടുപ്പ് ഫലവും തുറന്നുള്ള ചരിത്ര സംഭവങ്ങളും തെളിയിച്ചിട്ടുമുണ്ട്. പിണറായി വിജയനെതിരായ ലാവ്ലിൻ കേസിലെ നിലപാട് VSന്റെ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായിരുന്നു. PBയിൽ നിന്നുള്ള സസ്പെൻഷനിലും പിന്നീട് പുറത്താകലിലും കലാശിച്ചു ഈ പോര്. വിപ്ലവമണ്ണായ കോഴിക്കോട്ടെ ഒഞ്ചിയത്ത് പാർട്ടി വിട്ടവർ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. അരിംകൊല ചെയ്യപ്പെട്ടു RMP നേതാവ് TP ചന്ദ്രശേഖരൻ. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ TP ചന്ദ്രശേഖരന്റെ വസതിയിലെത്തി VS പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ചു. ആലപ്പുഴ സമ്മേളനത്തിന് തൊട്ടുമുമ്പ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് VS അയച്ച കത്ത് ഒരു മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു വന്നത് പിണറായിയെ ചൊടിപ്പിച്ചു. VSനെതിരെ വാർത്താ സമ്മേളനത്തിൽ പരസ്യ വിമർശനം ഉന്നയിച്ചു പിണറായിയുടെ വിമർശനത്തിന് പിന്നാലെ വിമർശന ശരമേറ്റ VS സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. പാർട്ടിയിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടുവെങ്കിലും VSും കടുത്ത നടപടികളിലേക്ക് നീങ്ങിയില്ല. പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങളെ അസ്ഥാനത്താക്കി VS പാർട്ടിയിൽ ഉറച്ചു നിന്നു. VSന്റെ ജനകീയത പാർട്ടിക്കും തള്ളിക്കളയാനായില്ല. പിണറായി മുഖ്യമന്ത്രി പദത്തിലെത്തിയ 2016 തെരഞ്ഞെടുപ്പിലും VSനെ മത്സരിപ്പിച്ചു പാർട്ടി. പാർട്ടിക്ക് വഴങ്ങുമ്പോഴും തന്റെ പോരാട്ടങ്ങൾക്ക് അവധി കൊടുത്തില്ല VS. അനാരോഗ്യം വേട്ടയാടുന്നതുവരെ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.